എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ ഒരു മോഹമാണ് സ്വർഗത്തിൽ പോകണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് മുഴുവനും. നന്മകൾ ചെയ്യുന്നു, നിസ്കരിക്കുന്നു, നോമ്പ് പഠിക്കുന്നു, ഖുർആൻ ഓതുന്നു, വഅ്ള് പറയുന്നു, വഅ്ള് കേൾക്കുന്നു, സദഖ കൊടുക്കുന്നു, എല്ലാ സൽക്കർമ്മം. ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ഒന്ന് കിടന്നുറങ്ങേണ്ട സമയത്ത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് വന്ന് ക്ഷമയോടുകൂടി ഈ ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്നതിന്റെ പിന്നിലുള്ള വലിയ ഒരു ലക്ഷ്യം സ്വർഗമാണ്. എല്ലാവരും അല്ലാഹുവേ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ആണുങ്ങളാകട്ടെ, പെണ്ണുങ്ങളാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, കുട്ടികളാകട്ടെ, നിസ്കരിക്കുന്നവനാകട്ടെ, നന്മകൾ ചെയ്യുന്നവനാകട്ടെ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവനാകട്ടെ, ഇനിയില്ല കള്ളു കുടിച്ച് നടക്കുന്നവനാകട്ടെ, മുസ്ലിമാണോ, അവന്റെ വലിയ ഒരു ആഗ്രഹമാണ് സ്വർഗത്തിൽ പോകണം. നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനും അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നവനും എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് സ്വർഗം താ, സ്വർഗം താ, സ്വർഗം താ എന്ന് ദുആ ചെയ്യുന്നത്. അത് നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും, മഹാന്മാരുടെ മഖാമിന്റെ മുമ്പിലാണെങ്കിലും, മരണ വീട്ടിലാണെങ്കിലും, പള്ളിക്കകത്താണെങ്കിലും, മജ്ലിസുകളിലാണെങ്കിലും, എവിടെ വെച്ച് ദുആ ചെയ്താലും അള്ളാഹുവിനോട് ആ ദുആയ്ക്കകത്ത് ഞാനും നിങ്ങളും ചോദിക്കുന്ന ഒരു കാര്യമാ, പടച്ചവനെ നീ എനിക്ക് സ്വർഗം തരണം, എന്നെ നീ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണം. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിന്റെ 30 ദിനരാത്രങ്ങളിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. എല്ലാവരും അള്ളാഹുവിനോട് പരിശുദ്ധമായ റമളാനിന്റെ 30 ദിനരാത്രങ്ങളിൽ പടച്ചവനോട് ദുആ ചെയ്യുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. എല്ലാവരും അള്ളാഹുവിനോട് സ്വർഗം തരണേ എന്ന് ദുആ ചെയ്യുമ്പോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾ പടച്ച റബ്ബിനോട് സ്വർഗം ചോദിക്കുന്നല്ലോ, എല്ലാവരും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നല്ലോ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, അള്ളാഹുവേ സ്വർഗം തരണേ, അള്ളാഹുവേ സ്വർഗം തരണേ എന്നല്ല നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. നബി തങ്ങൾ പറഞ്ഞു, സല്ലൂ അൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹുവിനോട് ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണേ. സ്വർഗം താ, സ്വർഗം താ എന്നല്ല പടച്ചവനോട് പറയേണ്ടത്. അള്ളാഹുവേ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം എനിക്ക് തരണേ തമ്പുരാനെ. എല്ലാവരും ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണമെന്നാണ്. ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ വഅലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. നബി തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിന് പദവികളുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗത്തില് പടച്ചവനെ ഓരോ പദവികളാണ്. ഒന്നാമത്തെ പദവി, രണ്ടാമത്തെ പദവി, മൂന്നാമത്തെ പദവി, ഇങ്ങനെ സ്വർഗത്തിന് പദവികളുണ്ടോ? ഓരോ പദവികളുടെ ഇടയിലുള്ള ദൂരം എന്താണെന്നറിയുമോ? നബി തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിലെ ഒരു പദവികൾക്കിടയിൽ ഈ ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരമുണ്ടെന്നാണ്. ഇതുപോലെ പടച്ചവനെ സ്വർഗത്തിലെ പദവികളുണ്ട്. 100 പദവികളാണുള്ളത്, 100 പദവികളാണുള്ളത്. ആ 100 പദവികളിൽ 100ാമത്തെ പദവിയാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ജന്നാത്തുൽ ഫിർദൗസ്. ആ ജന്നാത്തുൽ ഫിർദൗസ് വേണം അല്ലാഹുവിനോട് ചോദിക്കാൻ. ആ ജന്നാത്തുൽ ഫിർദൗസിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ആരാണ് കടന്നു പോകുന്നത്? സാധാരണക്കാരല്ല കടന്നു പോകുന്നത്. ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അവകാശികൾ ആരെന്നറിയുമോ? ഈ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അബുൽ ബസർ
ബശർ ആദം നബി അലൈഹിസ്സലാമും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും സക്കരിയ നബിയും പടച്ചവനെ ലോകത്ത് കടന്നു വന്ന 1,24,000-ൽ പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. അതുപോലെ പടച്ചവനെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലെ ബദറിലും മുഹദിലും ഹംദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത്, അവിടുത്തെ താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, ഈ മഖാമിനകത്ത് കടന്ന അന്തിവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ ഉൾപ്പെടെ ഇതുപോലെ അല്ലാഹു ഇഷ്ടപ്പെട്ട വിവിഐപികൾ കിടക്കുന്ന സ്വർഗമാണ്. വിവിഐപികൾ കിടക്കുന്ന സ്വർഗമാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. നബിതങ്ങൾ ഇത് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ സ്വർഗത്തിന് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ലേ നബിയേ? ആ സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാര് കിടക്കുന്ന ആ ഉയർന്ന പദവിയിൽ എത്തിച്ചേരാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമോ? ആ സ്വർഗത്തിൽ പോകാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തില് ആ പദവി, ഉയർന്ന പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നിങ്ങൾക്കും കഴിയും സ്വഹാബ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ കടന്നു പോകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ സാധാരണ ആൾക്കാർക്ക് കഴിയില്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ, ഈ വാഴ കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചാ സ്വർഗത്തിലെ 100ാമത്തെ പദവി പോയിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ പരിമളമുണ്ടല്ലോ 500 കൊല്ലത്തെ വഴിദൂരം വരെ അടിച്ചു വീശുമെന്നാണ് ആ സ്വർഗത്തിന്റെ വാസനയൊന്ന് ശ്വസിക്കാൻ. നബിതങ്ങൾ പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണം. അല്ലാഹു അവിടെ ചെല്ലാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു അവിടെ ചെല്ലാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ സ്വർഗം 100ാമത്തെ പദവിയാ, ലോക്കലൊന്നും അല്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവിയാണ് ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. അവിടെ കടന്നു പോകുന്നത് വിവിഐപികളാണ്. അപ്പൊ ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നിന്ന് നമ്മളുടെ ജീവിതം, നമ്മളുടെ പ്രവർത്തനങ്ങൾ, ഓരോ മനുഷ്യന്റെയും സ്വഭാവം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്റെയും നിങ്ങളുടെയും സ്വഭാവം എന്താണെന്ന് നാട്ടുകാർക്കറിയില്ലെങ്കിലും നിനക്കും അല്ലാഹ്ക്കും അറിയാലോ. ഇപ്പൊ എന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കും എന്റെ റബ്ബിനും അറിയാലോ, ഞാൻ എത്ര മറച്ചു വെച്ചാലും. അപ്പൊ അല്ലാഹുവേ, ആ സ്വർഗത്തിന്റെ പരിമളം പോലും അടിച്ചു വീശാൻ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്വന്തമായിട്ട് വിലയിരുത്തുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പോകുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസിൽ പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോകുവാണെങ്കിൽ ഏത് സ്വർഗത്തിൽ പോകണം? ഏത് സ്വർഗത്തിൽ പോകണം? ഒന്ന് പറ ചങ്ങാതിമാരെ, ഏത് സ്വർഗത്തിൽ പോകണം? പോകുവോ? പോകുവോ? പോകും ഉസ്താദ, ഈ കണക്കിന് പോയാ പോകും. ഇപ്പൊ ജീവിക്കുന്നത് പോലെ ഞാനും നിങ്ങളും ജീവിച്ച ആ സ്വർഗത്തിന്റെ മണം പോലും കിട്ടൂല നമുക്കൊന്നും. കാരണം 500 വർഷത്തെ വടിദൂരം വരെ അടിച്ചു വീശും സ്വർഗത്തിന്റെ വാസന. ആ വാസനയെങ്കിലും ശ്വസിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകന്മാർക്കുണ്ടായിരുന്ന സ്വഭാവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 3 സ്വഭാവം പറയുന്നുണ്ട്. ഈ പറയുന്ന 3 സ്വഭാവം ഈ നാട്ടുകാരായ, ഈ വാഴ കേൾക്കാൻ വന്നിരിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഈ പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്കും അവിടെ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആ 3 സ്വഭാവം ഏതാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. ഉണ്ടോ എന്ന് അവനവൻ വിലയിരുത്ത്. എൻ്റെ കാര്യം ഞാൻ നോക്കാം, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്ക്. വഅദ് കൊള്ളാവോ കൊള്ളില്ല അതൊന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതൊക്കെ ഇനി എനിക്ക് മുമ്പ് ഒരുപാട് ഉസ്താദന്മാർ വന്ന് വഅദ് പറഞ്ഞു. ഞാൻ പറയുന്നത്
എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് നോക്കാം. കാരണം ഞാൻ വഴുതു പറയുന്നത് എനിക്ക് നന്നാകാനാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നന്നാകണം. അതുകൊണ്ട് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തി. ഈ പറയുന്ന 3 ഗുണങ്ങൾ ആർക്കാ ഉള്ളത്? ഈ പറയുന്ന 3 നല്ല സ്വഭാവം ആർക്കാവുള്ളത്? ഈ പറയുന്ന 3 നല്ല സ്വഭാവം നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, നമ്മൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാണ്, ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശികളാണ്. ആ 3 സ്വഭാവം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹ് പറയുകയാണ്, അല്ലാഹുവിന്റെ അടിമകളുടെ മുമ്പിൽ അല്ലാഹുവേ ഒരു നല്ല കാര്യം പറഞ്ഞാൽ പടച്ചവനെ അത് എന്തുമാകട്ടെ, ഒരു നല്ല കാര്യം ഒരാളുടെ മുമ്പിൽ പറയപ്പെട്ടാൽ പടച്ചവനെ ആ നന്മ ചെയ്യാൻ അവൻ വല്ലാത്ത ആത്മാർത്ഥത കാണിക്കുകയാണ്. അവൻ ആ നന്മ ചെയ്യാതെ സമാധാനമില്ല, ആ നന്മ ചെയ്യാതെ ഉറങ്ങാൻ പറ്റൂല, ആ നന്മ ചെയ്യുന്നതിന് വേണ്ടി അവൻ മത്സരിക്കുകയാണ്. പടച്ചവനെ ഈ ഗുണമാണടോ നമുക്ക് വേണ്ടത്. പടച്ചവനെ ഈ മഖാമിനകത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലാഹുവിന്റെ വലിയാണല്ലോ. ആ വലിയ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണല്ലോ. അല്ലാഹുവേ, അവിടുത്തെ ഉറൂസിന്റെ അവസാന ദിവസം ഇതുപോലെ ഒരു വഅദ് വെച്ചിട്ട്, ഇത് ദുനിയാവിലെ സ്വർഗ്ഗമാണ്, ഈ ദുനിയാവിൽ 2 സ്വർഗ്ഗമാണുള്ളത്. ആ 2 സ്വർഗ്ഗത്തിൽപ്പെട്ട ഒരു സ്വർഗ്ഗം ഇൽമു പറയുന്ന മജ്ലിസാണ്. ഈ മജ്ലിസിൽ വന്നിരിക്കാതെ പടച്ചവനെ ഈ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ, ഈ വഴി നടക്കുന്ന മജ്ലിസിന്റെ പുറത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, ഒന്ന് കേറിയിരിക്കടാ മോനെ. ഞാൻ പറയുന്നത് എന്റെ വീട്ടിൽ കേറിയിരിക്കാനല്ല, എന്റെ കൂടെ ഇരിക്കാനല്ല, എന്റെ വഴല് കേൾക്കാനല്ല. ഞാൻ പറയുന്നത് നീ സ്വർഗത്തിൽ കേറിയിരിക്ക്. കാരണം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗത്തിൽ പോകണമെന്നാണ്. നിന്റെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു സ്വർഗം കാണിച്ചു തന്നിട്ട് അതിനകത്തിരിക്കാൻ നീ ആലോചിച്ചാൽ മോനെ, നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നീ പുറത്താകാൻ ഈ കാരണം മതി ചെറുപ്പക്കാരാ. അതുകൊണ്ട് കേറിയിരിക്കാൻ പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് പലരും കേറിയിരുന്നു. ഈ ഗുണമാണോ വേണ്ടത്? ഈ ഗുണമാണ് വേണ്ടത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ദിക്റാകട്ടെ, വഅദാകട്ടെ, സദഖയാകട്ടെ, എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ പറയുന്നവന്റെ വലുപ്പം നോക്കരുത്. നല്ല കാര്യമാണോ പറയുന്നത്? അത് പറഞ്ഞാ പിന്നെ മത്സരമാണ്. അത് ചെയ്യാതെ സമാധാനമില്ല, അത് ചെയ്യാതെ ഉറങ്ങുകയില്ല. പടച്ചവനെ, ഈ ഗുണമാണ് നമുക്ക് വേണ്ടത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഈ ഗുണമാണ് വേണ്ടത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാ. എങ്ങനെയാണ് നന്മ ചെയ്യേണ്ടത്? എങ്ങനെ നന്മ ചെയ്യുന്നവർക്കാണ് അല്ലാഹു സ്വർഗ്ഗം തരുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കടോ. അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്ത പ്രവാചകനാണ്. ആ പരീക്ഷണങ്ങളിൽ മുഴുവനും വിജയിച്ച പ്രവാചകനാണ് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇഹ്തതല ഇബ്രാഹിം വഹുവ ഇബ്നു 80 സനാ. ഇബ്രാഹിം നബിക്ക് 80 വയസ്സായി. ഇബ്രാഹിം നബിക്ക് 80 വയസ്സായി. 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, ഇബ്രാഹിം നബിയേ, സുന്നത്ത് കല്യാണം നടത്തണം നബിയേ, മാർഗ കല്യാണം നടത്തണം നബിയേ.
ഇബ്രാഹിം നബിയോട് പടച്ച റബ്ബിന്റെ കൽപ്പന വരികയാണ്, സുന്നത്ത് കല്യാണം ചെയ്യണം. ആരോടാ പറയുന്നത്? ഇബ്രാഹിം നബിയോടാണ്. എത്ര വയസ്സുള്ള ഇബ്രാഹിം നബി? 80 വയസ്സുള്ള ഇബ്രാഹിം നബി. 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വന്ന സുന്നത്ത് കല്യാണം ചെയ്യാറ്. പടച്ചവനെ എന്ത് ചെയ്തെന്നറിയുമോ? ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയുമോ? വിറക് വെട്ടുന്ന കോടാലിയുണ്ടല്ലോ, വിറക് വെട്ടുന്ന മഴുവുണ്ടല്ലോ. ഇബ്രാഹിം നബിയുടെ കയ്യിൽ ഒരു മഴുവുണ്ടായിരുന്നു. ഇബ്രാഹിം നബി ആ മഴുവ് കൊണ്ട് സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തി. ആളെ നോക്കിയില്ല, പടച്ചവനെ പിന്നെ ചെയ്യാമെന്ന് കരുതിയില്ല. അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോ സ്വന്തമായിട്ട് തന്റെ കയ്യിലിരുന്ന മഴുവ് കൊണ്ട് സുന്നത്ത് കല്യാണം നടത്തി. അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുമ്പോ ഇബ്രാഹിം നബി രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാ. ഇബ്രാഹിം നബി രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാ. യാ ഖലീലല്ലാഹ്, എന്തേ നബിയേ, നിങ്ങൾ എന്തേ കാണിച്ചത് നബിയേ? നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചുകൂടായിരുന്നോ? ഒന്ന് സമാധാനത്തോടെ ഇരുന്നുകൂടായിരുന്നോ? അപ്പോഴാണ് ഇബ്രാഹിം നബി പറയുന്നത്, അല്ലാഹുവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ, അല്ലാഹു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ചിന്തിക്കാൻ സമയമില്ലടോ, പിന്നെ പിന്തിക്കാൻ മനസ്സില്ലടോ. അല്ലാഹു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ചെയ്യണമല്ലോ, അത് ചെയ്യാതെ സമാധാനമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് സ്വന്തം കൈകൊണ്ട് അവിടുന്ന് സുന്നത്ത് കല്യാണം നടത്തുകയാ. ഈ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്, ഈ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണം, ആദ്യം എനിക്ക് ചെയ്യണം. പടച്ചവനെ, ഈ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ മനസ്സുള്ളവർക്കാണ് അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. ചെറുപ്പക്കാരാ, മോനെ, ഉറൂസിന് കടന്നു വന്നിട്ട് കടയുടെ ചാരത്തുകൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാരാ, മോനെ, നിന്റെ മുമ്പിൽ ഒരു നന്മ പറഞ്ഞിട്ട് നീ ആലോചിക്കുകയാണ്, ഇത് ചെയ്യണോ വേണ്ടയോ? എന്റെ ചെറുപ്പക്കാരാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ നിൽക്കുകയാണ്. അതാ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, ഇന്ന് ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ട്. ഈ രണാങ്കണത്തിൽ ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ട്. സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ നിന്ന് പറയുമ്പോ, പടച്ചവനെ, ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ, നിന്നെ പോലെ വികാര വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന പടച്ചവനെ, അതാ പടച്ചവനെ, അതാ സ്വഹാബി വര്യനുണ്ടല്ലോ, ആ ചെറുപ്പക്കാരൻ യഥാ തുള്ളിച്ചാടുകയാണ്. ആ ചെറുപ്പക്കാരൻ കിടന്ന് തുള്ളിച്ചാടുകയാണ്. ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബഖിൻ ബഖിൻ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയാ. അവിടെന്ന് ചോദിച്ചു, എന്തിനാ നീ തുള്ളിച്ചാടുന്നത്? ഇത്ര സന്തോഷമെന്ത്, ഇത്ര സന്തോഷമെന്ത്? യാ റസൂലല്ലാഹ്, മാ ഹമലക അലാ ഖൗലിക, അങ്ങ് പറയുന്നത് കേട്ടിട്ട് ചാടിയതാ നബിയേ, അങ്ങ് പറയുന്നത് കേട്ടിട്ട് ചാടിയതാ നബിയേ. ഈ രണാങ്കണത്തിലെ ഷഹീദാകുന്നവരെ സ്വർഗമുണ്ടെന്ന് അങ്ങ് പറഞ്ഞല്ലോ, ആ സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടിയതാണ്. അവിടച്ചവനെ ഉമൈർ ഇബ്നു ഹുമാം പറയുകയാ, അർജു അൻ അകൂന മിൻ അഹ്ലിഹാ, എനിക്ക് ആ കൂട്ടത്തിൽ പെടണം നബിയേ. ഇന്നിവിടെ ഷഹീദായിട്ട് സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന ആ കൂട്ടത്തിൽ എനിക്ക് പെടണം നബിയേ. തന്റെ കയ്യിൽ ഒരു കാരക്ക ഇരിക്കുകയാ ചെറുപ്പക്കാരാ, ഒരു കാരക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ തന്റെ കയ്യിലിരുന്ന കാരക്കയുണ്ടല്ലോ പാത്രത്തിലേക്ക് മാറ്റിവെക്കുകയാണ്, പാത്രത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. തന്റെ വായിലേക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈത്തപ്പഴം
ഈത്തപ്പഴമെടുത്തു മാറ്റി വെച്ചിട്ട് യാ റസൂലല്ലാഹ്, ഈത്തപ്പഴം തിന്നാനുള്ള സമയം പോലും എനിക്കിവിടെ നിൽക്കാൻ വയ്യ, എനിക്കിവിടെ നിൽക്കണ്ട നബിയേ, ഈത്തപ്പഴം കഴിക്കാൻ പോലും എനിക്ക് സമയമില്ല, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു ഉമൈർ ബിൻ ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഷഹീദാവുകയാ. ഇതാണ് അല്ലാഹ് പറഞ്ഞത്, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മത്സരമാണോ? അത് ചെയ്യാതെ സമാധാനമില്ലടോ, അത് ചെയ്യാതെ സമാധാനമില്ല. അത് ഏത് കാര്യമാകട്ടെ, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഗർഭിണിയാണ്. ഗർഭിണിയായ പെണ്ണുങ്ങൾക്ക് ചില ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടാകും. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് അലിയാർ തങ്ങളോട് പറഞ്ഞു, യാ അലി, അലിയേ, ഞാൻ ഗർഭിണിയാണ് അലിയേ, എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണമെന്ന് തോന്നുകയാണ്, എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണം, വലിയ ആഗ്രഹം തോന്നുന്നു അലിയേ. ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹമാണല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു റുമ്മാമ്പഴം വാങ്ങാൻ പോവുകയാണ്. ഒരു റുമ്മാമ്പഴവും വാങ്ങിച്ചിട്ട് വളരെ സന്തോഷത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുക്കാൻ അലിയാർ തങ്ങൾ തിരിച്ചു വരുമ്പോ ഒരു പാവപ്പെട്ടവന് കടന്നു വരികയാ, ഒരു ഫക്കീറായ മനുഷ്യൻ കടന്നു വരികയാ. അലിയേ, കഴിക്കാൻ വല്ലതും താലിയേ, പട്ടിണിയാണ് അലിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായ അലിയേ. അലിയാർ തങ്ങൾ പറഞ്ഞു, എന്റെ കയ്യിൽ പൈസയില്ല, ആകെയുള്ളതൊരു റുമ്മാമ്പഴമാണ്, ഇതെന്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് കൊടുക്കാൻ വാങ്ങിച്ചു കൊണ്ടുവരികയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, അലിയേ, ഒന്നിനു 10 ഇരട്ടി അല്ലാഹു തരും അലിയേ, അലിയേ, ഒന്നിനു 10 ഇരട്ടി അല്ലാഹു തരും അലിയേ. പിന്നെ ചിന്തിച്ചില്ലടോ, തന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണ്, തന്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് കൊടുക്കാൻ അലിയാർ തങ്ങൾ കൊണ്ടുവരുന്ന പഴമാണ്. ഒന്നിനു 10 ഇരട്ടി അല്ലാഹു തരുമെന്ന് പറഞ്ഞപ്പോ ആ കഥ തന്റെ കയ്യിലിരുന്ന റുമ്മാമ്പഴം എടുത്തു കൊടുക്കുകയാ. അലിയാർ തങ്ങള് പടച്ചവനെ വെറും കൈയോടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ ഒരു കൊട്ട റുമ്മാമ്പഴം അല്ലാഹു കൊടുത്തിരിക്കുകയാ. ഇതാടോ ഖുർആൻ പറഞ്ഞത്, ഒരു നന്മ പറഞ്ഞാ പിന്നെ സമാധാനമില്ല, അത് ചെയ്യാതെ ഉറക്കമില്ല, അതിനു വേണ്ടി മത്സരിക്കുകയാണ്, അതിനു വേണ്ടി മത്സരിക്കുകയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ, ദീനിന് സമ്പത്തിന്റെ ആവശ്യമുണ്ട്, പോയി കൊണ്ടുവാ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് സ്വഹാബത്തിനോട് പറയുമ്പോ മസ്ജിദുൻ നബവിക്കകത്ത് നിന്ന് സ്വഹാബുകൾ ഇറങ്ങി ഓടുകയാണ്, എല്ലാവരും പോവുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങൾ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഉമർ തങ്ങളുടെ മനസ്സിലെ ചിന്ത എന്തെന്നറിയുവോ? അല്ലാഹുവേ, എന്തു പറഞ്ഞാലും അബൂബക്കറാണ് ഒന്നാമനാകുന്നത്, എന്ത് നടന്നാലും അബൂബക്കറാണ് ഒന്നാമനാകുന്നത്, ഒരിക്കലെങ്കിലും എനിക്ക് ഒന്നാമനാകണം തമ്പുരാനെ. പള്ളിയുടെ തെരഞ്ഞെടുപ്പല്ല, പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പല്ല, പടച്ചവനെ പാർലമെന്റിലെ തെരഞ്ഞെടുപ്പല്ല, അല്ലാഹുവേ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് എന്നും ഒന്നാമനാകുന്നത്, ഒരിക്കലെങ്കിലും എനിക്കൊന്ന് പരാജയപ്പെടുത്തണം തമ്പുരാനെ. അതാണ് അബൂബക്കർ തങ്ങള് എന്ത് കാര്യം പറഞ്ഞുമാലും ഒന്നാമനാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ സഹാബ? അന്ത യാ റസൂലല്ലാഹ്. അബൂബക്കർ
പറഞ്ഞ് എനിക്കിന്ന് നോമ്പാണ് നബിയേ. നബി തങ്ങൾ ചോദിക്കുകയാ, ഇന്ന് ജനാസയുടെ പുറകിൽ പോയാ ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയേ. ഇന്ന് സദക്ക കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയേ. ഇന്ന് രോഗസന്ദർശനം നടത്തിയ ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയേ. ഇന്ന് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയേ. എന്തു ചോദിച്ചാലും അബൂബക്കറാണ് ഒന്നാമനാകുന്നത്. അസറിന് ശേഷമല്ല ചോദിക്കുന്നത്, സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോഴാണ് നബി തങ്ങൾ ചോദിക്കുന്നത്. ഇത് മുഴുവനും അബൂബക്കർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചവനെ, ഉമർ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. സമ്പാദ്യം മുഴുവനും 2 വിഭാഗമാക്കി, 2 വിഹിതമാക്കി. എന്നിട്ട് നേർപകുതി എടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് നബി തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമറേ ഇനി വീട്ടിൽ എന്തുണ്ട് ഉമറേ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇതെന്റെ സമ്പാദ്യത്തിന്റെ പകുതിയാ നബിയേ. എന്തായാലും അബൂബക്കർ ഇതുപോലെ കൊണ്ടുവരില്ല. അബൂബക്കർ ഈ പ്രാവശ്യം തോറ്റുപോകും. ഉമർ തങ്ങൾ മാറി നിൽക്കുകയാണ്. എല്ലാവരും നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കയ്യിലുള്ളത് കൊടുത്തു. അതാ ഉമർ തങ്ങൾ മാറി നിൽക്കുകയാണ്. അതാ അവസാനം വരുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഏറ്റവും അവസാനം നബി തങ്ങളുടെ മുമ്പിൽ വരികയാണ്. കയ്യിലൊരു ചെറിയ പൊതിയുണ്ട്. ഉമർ തങ്ങൾക്ക് സന്തോഷമായി. എന്തായാലും പരാജയപ്പെടും, എന്നെ പോലെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. അബൂബക്കർ തങ്ങൾ നബി തങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ഉമർ തങ്ങൾ ഓടി വന്നു. എന്താണ് പറയുന്നതെന്ന് കേൾക്കാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂബക്കറേ ഇനി വീട്ടിൽ എന്തുണ്ട് അബൂബക്കറേ? ഇനി വീട്ടിൽ എന്തുണ്ട് അബൂബക്കറേ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹും അവന്റെ പ്രവാചകനുമുണ്ട് നബിയേ. അവിടെയും പരാജയപ്പെട്ടടോ, അവിടെയും പരാജയപ്പെട്ടടോ. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞാ മത്സരിക്കണം, ഒരു നന്മ പറഞ്ഞാ പരിശ്രമിക്കണം, ഒരു നന്മ കേട്ടാ ചെയ്യാൻ വേണ്ടി നീ വെപ്രാളം കാണിക്കണം. ആ നന്മ ചെയ്യാതെ നിനക്ക് സമാധാനം കിട്ടരുത്. ഇങ്ങനെ ഒരു സ്വഭാവം നിനക്കുണ്ടോ? നീ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നന്മ പഠിക്കാം. ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാം. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ നന്മ പറഞ്ഞു തരാം. നമുക്കൊന്ന് മത്സരിക്കാം, നമുക്കൊന്ന് വാശി പിടിക്കാം, നമുക്ക് ചെയ്യാനൊന്ന് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. എന്ത് നന്മയാണ് ചെയ്യേണ്ടതെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം പഠിച്ചവരാണല്ലോ. ആ ഫാത്തിമയുടെയും മരിയാര് തങ്ങളുടെയും ചരിത്രം അറിയാത്ത ആരുമില്ല. പാവപ്പെട്ടവരാണ്, വല്ലാത്ത പ്രയാസങ്ങളുടെ നടുവിൽ ജീവിച്ചവരാണ്. അലിയാര് തങ്ങളുടെ ജോലി എന്താണ്? പുല്ലറുത്തുകൊണ്ട് ഒട്ടകമുള്ള വീടുകളിൽ കൊണ്ടുകൊടുത്ത് അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കുന്ന സ്വഹാബിയ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകന്റെ ജോലി, എന്റെ പ്രിയപ്പെട്ടവരെ, പുല്ലു വെട്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കും, കിട്ടുന്ന പൈസ വാങ്ങും. അത് കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞപ്പോ അലിയാര് തങ്ങളും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയും കൂടെ ഒരു ബിസിനസ് തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാവ് പൊടിക്കും, കൊണ്ടുപോയി കൊടുക്കും. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മാവ് പൊടിച്ചു കൊടുക്കും. ആ പൊടിച്ച മാവ് കൊണ്ടുപോയി കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഫാത്തിമ ബീബിയും അലിയാര് തങ്ങളും ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ മാവ് പൊടിക്കുന്ന കല്ലു പിടിച്ചിട്ട് ഫാത്തിമ ബീബിയുടെ കൈ രണ്ടും പൊട്ടി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മാവ് പൊടിക്കുന്നതിന് വേണ്ടി ആ കൈ കൊണ്ട് കല്ലു പിടിച്ചിട്ട് 2 കൈയും പൊട്ടി എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഇത് പറയുമ്പോ പുത്തന്തലയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി ചോദിക്കും, ഉസ്താദെ, കല്ലു പിടിച്ച കൈ പൊട്ടുവോ?
ഉസ്താദെ കല്ല് പിടിച്ച കൈ പൊട്ടുവോ? പെങ്ങളെ, നിന്നെ പോലെ വല്ലപ്പോഴും പോയിട്ട് ചമ്മന്തി അരയ്ക്കുന്ന കല്ലല്ല, അല്ലെങ്കിൽ അരി പൊടിക്കുന്ന കല്ലല്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഹസനും ഹുസൈൻ എന്ന് പറയുന്ന 2 മക്കളുണ്ട്. ഈ 2 മക്കൾക്കും 1 വയസ്സിന്റെ വ്യത്യാസമാവുള്ളേ. ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ, ഇവര് 2 പേരും തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ 2 പേരും ചെറിയ മക്കളാണ്. ഈ മക്കളെ ഉറക്കാൻ പോലും ഫാത്തിമയ്ക്ക് സമയമില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ മക്കള് കരഞ്ഞാൽ ആ തന്റെ മക്കളെ ഒന്ന് പോയിട്ട് ആ ഇട്ടിരിക്കുന്ന തൊട്ടുകറ്റിലിട്ടുന്ന ആട്ടാൻ പോലും സമയമില്ല. ഫാത്തിമ ബീബി ചെയ്യുന്നത് ഒരു കയറ് കൊണ്ട് ആ കുട്ടികളെ കിടത്തുന്ന തൊട്ടിൽ കെട്ടും. എന്നിട്ട് അതിന്റെ മറ്റേ ഭാഗം കൊണ്ടുവന്ന് കാലി കെട്ടും. എന്നിട്ട് മക്കള് കരയുമ്പോ ആ കാലുകൊണ്ട് തന്റെ മക്കളാട്ടി ഉറക്കുമായിരുന്നു മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. അപ്പൊ നിങ്ങൾ ആ വീട്ടിലെ ജോലി ചിന്തിക്ക്, ആ വീടിന്റെ അവസ്ഥയെ നിങ്ങൾ ചിന്തിക്ക്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പൊട്ടി. ഭർത്താവായ അലിയാർ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ 2 കൈയും പൊട്ടിയിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കണ്ടപ്പോ അലിയാർ തങ്ങൾക്ക് വലിയ സങ്കടമായി. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളാണല്ലോ. അലിയാർ തങ്ങൾക്ക് കണ്ടപ്പോ വലിയ ബേജാറായി. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് പറഞ്ഞു, ഫാത്തിമ, ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം, നിന്റെ കഷ്ടപ്പാട് മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്താണ് വഴി എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുത്തു, നീ നാളെ രാവിലെ നിന്റെ വാപ്പാടുത്തു പോണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ നിന്റെ ഉപ്പാനെ നീ കാണാൻ പോകണം. എന്നിട്ട് നിന്റെ സങ്കടം മുഴുവനും പറയണം, നിന്റെ കൈ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് നീ വാപ്പാനോട് പറയണം, ഉപ്പാ, എനിക്കൊരടിമയെ വേണം വാപ്പാ, എന്നെ ഒന്ന് സഹായിക്കാൻ, എന്റെ ജോലികൾ ചെയ്ത് സഹായിക്കാൻ എനിക്കൊരടിമയെ തരണമെന്ന് നീ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ പോയി ചോദിച്ചാ നിബിതങ്ങൾ തരും ഫാത്തിമ. അപ്പൊ നിന്റെ ജോലികളുടെ ഭാരം കുറയുമല്ലോ. ഫാത്തിമ ബീവി ചിന്തിച്ചപ്പോ ശരിയാണ്. അങ്ങനെ 2 പേരും കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെയായി. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പിതാവിനെ കാണാൻ പോവുകയാണ്, തന്റെ വാപ്പയെ കാണാൻ പോവുകയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിലില്ല. നിബിതങ്ങൾ യാത്ര പോയിരിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ കടന്നു ചെന്നു. 2 കയ്യമ കാണിച്ചു കൊടുത്തു. ഉമ്മയോട് സങ്കടങ്ങൾ പറഞ്ഞു. ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് തന്റെ കുടുംബത്തിലെ കാര്യം പറയുകയാണ്. ഫാത്തിമയുടെ കൈ കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സങ്കടമായി. അതാ പടച്ചവനെ, അവിടുന്ന് ഫാത്തിമ പറഞ്ഞു, ഉമ്മാ, വാപ്പ വരുമ്പോ പറയണം, എങ്ങനെയെങ്കിലും എനിക്കൊരടിമയെ വാങ്ങിച്ചു തരണം. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഉമ്മയോട് കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു മനസ്സിലാക്കുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് പോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്ന് രാത്രിയിലാണ് വരുന്നത്. ഒരുപാട് താമസിച്ചിട്ടാണ് വരുന്നത്. നബി തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, നബിയേ, ഫാത്തിമ കാണാൻ വന്നിരുന്നു നബിയേ, ഇന്ന് പൊന്നുമോള് ഫാത്തിമ വന്നിരുന്നു നബിയേ, കൈ 2 പൊട്ടിയിരിക്കുകയാണ്, വല്ലാത്ത പ്രയാസമാണ്, അതുകൊണ്ട് ഒരടിമയെ ചോദിച്ചു വന്നതാണ്. നബി തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമ ബീവി പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് സങ്കടം വന്നടോ. നബി തങ്ങൾക്ക് സങ്കടം വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ രാത്രിയിൽ തന്നെ മകളെ കാണാൻ പോയി. ആ രാത്രിയിൽ തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ കാണാൻ പോവുകയാണ്. തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുമ്പിൽ ചെന്ന് സലാം പറഞ്ഞു. നബി തങ്ങൾ വീടിനകത്ത് കടന്നു ചെല്ലുമ്പോ 2 പേരും വിരിപ്പിൽ കിടക്കുകയാണ്. എഴുന്നേക്കാൻ പോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇരിക്കൂ ഫാത്തിമ. തന്റെ മകളെയും തന്റെ മരുമകനെയും പിടിച്ചിരുത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവരുടെ നടുക്കിരുന്നു.
എന്നിട്ട് ഫാത്തിമയുടെ കയ്യിൽ പിടിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പിടിച്ചു നോക്കി. കൈ രണ്ടും പൊട്ടിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ഇന്ന് പെൺമക്കളുള്ള പിതാക്കന്മാര് പഠിക്കേണ്ട ചരിത്രമാ. ഇന്ന് പെൺകുട്ടികളുള്ള പിതാക്കന്മാര് പഠിക്കണം. നീ നിന്റെ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമല്ലോ, നിന്നെ പോലെ വലിയ സൗകര്യം നിന്റെ മരുമകന്റെ വീട്ടിലുണ്ടാകണമെന്നില്ല. പടച്ചവനെ വലിയ റൂം ഉണ്ടാകണമെന്നില്ല, കൊട്ടാരം പോലെയുള്ള വീടുണ്ടാകണമെന്നില്ല, നിന്നെ പോലെ സമ്പത്തുണ്ടാകണമെന്നില്ല, ഹോട്ടൽ ഫുഡ് കഴിക്കണമെന്നില്ല. പടച്ചവനെ ആ പാവപ്പെട്ടവനായിരിക്കാം, മകള് ഒരുപാട് സങ്കടങ്ങൾ നിന്നോട് പറയും. ബാപ്പാ, ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസങ്ങളെ കുറിച്ച് നിന്റെ മകള് നിന്നോട് പറയുമ്പോ ഒരു വാപ്പ എന്തേ ചെയ്യേണ്ടത്? പാതിരാത്രി വിളിച്ചിറക്കി കൊണ്ടുവരലല്ല. അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ പൊന്നാര മകള് വീട്ടിൽ കിടന്നു മാവ് പൊടിച്ച് രണ്ട് കൈയും പൊട്ടിയിട്ട് രക്തമൊഴുകുമ്പോ അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നാര മകളോട് പറയുകയാ, മോളെ ഫാത്തിമ, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിനക്കറിയുമോ ഫാത്തിമ? നബി തങ്ങൾ ചോദിക്കുകയാ, നിന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിനക്കറിയുമോ? പഠിക്കണം പെങ്ങളെ, പഠിക്കണം പെങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് പെൺമക്കളോട് പറഞ്ഞു കൊടുക്കാ, വാപ്പമാരോട് പറഞ്ഞു തരികയാ, നീ നിന്റെ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണം. ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഉസ്താദേ, അടുക്കളയിൽ കിടന്ന് കരയുകയാണ്, അടുക്കളയിൽ കിടന്ന് കരിയുകയാണ്, കരിവിട്ടുകൊണ്ട് അടുക്കളയിൽ കിടക്കുന്ന സഹോദരി, അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് പ്രയാസപ്പെടുന്ന പെങ്ങളെ, നിനക്കല്ല തരുന്ന പ്രതിഫലം അറിയുവോ? വെളുത്ത സുന്ദരിയായ നീയ് പടച്ചവനെ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് ചോറ് വെക്കുമ്പോ, കറി വെക്കുമ്പോ വല്ലാതെ ചൂടല്ലേ പെണ്ണേ, ശരീരം വിയർക്കുമല്ലോ, നെറ്റിത്തടത്തിലൂടെ കഴുത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുമല്ലോ. നിനക്കറിയുമോ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന്? അല്ലാഹു തരുന്ന പ്രതിഫലം അറിയുമോ ഉമ്മ? നീ നിന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുമ്പോ ഒരു തുള്ളി വിയർപ്പ് നിന്റെ ശരീരത്ത് നിന്ന് താഴെ വീണാൽ, ഒരു തുള്ളി വിയർപ്പ് നിന്റെ ശരീരത്ത് നിന്ന് താഴെ വീണാ അത് വെറുതെയല്ല പെണ്ണേ, നരകത്തിന്റെ തീ നിന്നെ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ വിയർപ്പ് തുള്ളി വെറുതെയാകില്ല, ആ വിയർപ്പ് തുള്ളി വെറുതെയാകില്ല, അതിന് വലിയ പ്രതിഫലമുണ്ട് പെങ്ങള്. നരകത്തിൽ നിന്നുള്ള മോചനമാണ്. പടച്ചവനെ, മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മ 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ പൊന്നാര മക്കൾക്ക് നീ പട്ടിണിയാണെങ്കിലും പാല് കൊടുക്കുന്നല്ലോ, നീ ഭക്ഷണം കൊടുക്കുന്നല്ലോ. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ജിഹാദിന്റെ കൂലിയാ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി രണാങ്കണത്തിൽ പോരാടിയ ജിഹാദിന്റെ പ്രതിഫലമാണ് 2 വർഷം തന്റെ മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മയ്ക്ക് കൊടുക്കുന്നത്. നീ ഒരുപാട് വേദന സഹിച്ചവളല്ലേ, പ്രസവ വേദനയ്ക്ക് വല്ലാത്ത വേദനയാണല്ലോ, നീ വല്ലാതെ അനുഭവിച്ചവരാണല്ലോ. ആ പ്രസവിക്കുന്ന സമയത്ത് പ്രസവവുമായി ബന്ധപ്പെട്ടൊരു പെണ്ണു മരിച്ചാ അവൾക്ക് ഷഹീദിന്റെ കൂലിയാ, അവൾക്ക് ഷഹീദിന്റെ കൂലിയാ. പെങ്ങളെ, ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്താൽ, ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്താൽ നിനക്ക് പ്രതിഫലം അറിയില്ലടോ, നിങ്ങൾക്ക് പ്രതിഫലം അറിയില്ലടോ. കുടുംബജീവിതം തല്ലി തകർക്കാനുള്ളതല്ല, അത് ഷോ കാണിക്കാനുള്ളതല്ല, അത് അഭിനയിക്കാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇന്ന് വയത് കഴിഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ നിന്റെ ഭാര്യ വയത് കേട്ടിട്ട് കടന്നു പോവുകയാണ്, ഭാര്യയും ഭർത്താവും കൂടെ വഴുതിന് വന്നോ. ഇന്ന് തിരിച്ചു പോകുമ്പോ നിന്റെ ഭാര്യയുടെ
കയ്യിലൊന്ന് പിടിക്കാൻ പറ്റുമോ വാപ്പാ? നാട്ടുകാരന്റെ ഭാര്യയല്ല, നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച അല്ലാഹു നിനക്ക് ഹലാലാക്കി തന്ന ഭാര്യ, നിനക്ക് ഹലാലാക്കി തന്ന ഭാര്യ, ആ ഭാര്യയുടെ കയ്യില് നാട്ടുകാര് കാണാനല്ല, നിങ്ങൾ സ്നേഹജോഡികളാണെന്ന് പറയാനല്ല, വയത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന പ്രായമുള്ള വാപ്പ, പ്രായം ചെന്ന നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ച കൈവിരലുകൾക്കിടയിലൂടെ, ആ രണ്ട് കൈവിരലുകൾക്കിടയിലൂടെ അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ പാപം പൊറുക്കും. ആ ഭാര്യയും ഭർത്താവും ചെയ്ത പാപം ആ കൈവിരലുകൾക്കിടയിലൂടെ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. ചിരിക്കാൻ പറ്റുമോ? സ്നേഹത്തോടെ നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ മുടിയൊക്കെ നരച്ചുപോയി, നിനക്ക് ഗ്ലാമർ കൂടുതലാണ്, നിന്റെ ഭർത്താവിന് ഗ്ലാമർ കുറവാണ്. ആ പാവപ്പെട്ടവന്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്കൊന്ന് ചിരിക്കാൻ പറ്റുമോ? ഒന്ന് സന്തോഷത്തോടെ നോക്കാൻ പറ്റുമോ? വെറുതെ ആകില്ല വാപ്പാ. നീ കണ്ടവന്റെ ഭാര്യയെ കണ്ട് ചിരിക്കുമല്ലോ, വല്ലവന്റെ ഭാര്യമാരെ നോക്കി ചിരിക്കുമല്ലോ, റോഡേ വരുന്നവനെയും പോകുന്നവനെയും നോക്കി ചിരിക്കുമല്ലോ. ഇങ്ങനെ ചിരിക്കേണ്ടത് ഭാര്യയുടെ മുഖത്ത് നോക്കിയാ. ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാ ആ പുഞ്ചിരി വെറുതെയാകില്ല, ആ പുഞ്ചിരി വെറുതെയാകില്ല. മരിച്ചു കിടക്കുമ്പോഴും നിന്റെ മുഖത്ത് കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങള് തന്റെ പൊന്നാര മകള് കൈ പൊട്ടിയിട്ട് കാണിച്ചിരിക്കുക. ഏത് പൊന്നുമോള്? ലോകത്ത് ഒരു വാപ്പയും ഇതുപോലെ മകളെ സ്നേഹിക്കൂല. ഇനി എത്ര വലിയ വാപ്പയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമയെ സ്നേഹിച്ചതുപോലെ ഖിയാമത്ത് നാൾ വരെ ഒരു വാപ്പയും സ്നേഹിക്കൂല. അത്രയ്ക്കും സ്നേഹമുള്ള മകള് തന്റെ രണ്ട് കൈയും പൊട്ടിക്കെട്ടി ഇങ്ങനെ കാണിച്ചിട്ട് സങ്കടം പറഞ്ഞപ്പോ നബിതങ്ങൾ പറയാ, വാ വാരിക്കെട്ട് പോകാന്നല്ല പറഞ്ഞേ, നീ എല്ലാം വാരിക്കെട്ടിക്കോ, മതി, ഇവിടുത്തെ ജീവിതം മതി എന്ന് പറഞ്ഞു വിളിച്ചിറക്കിക്കൊണ്ട് പോകലല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോളെ, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഭാര്യയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയോ? ഭർത്താവിന് വസ്ത്രം കഴുകി കൊടുക്കുന്ന ഭാര്യ, ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഭാര്യ, ഭാര്യയുടെ കയ്യിൽ പിടിക്കുന്ന ഭർത്താവ്. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തു ഒരു ഭാര്യയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, നമ്മുടെ ഭാര്യയെ എന്ത് ചെയ്താലും അവൾക്ക് പ്രതിഫലമുണ്ട്. ചോറ് വെച്ചാലും ഭക്ഷണം വെച്ചാലും വീട് വൃത്തിയാക്കിയാലും, എന്റെ പ്രിയപ്പെട്ടവരെ, വീട് തൂത്തു വൃത്തിയാക്കിയാലും തുണി കഴുകിയാലും എന്തു ചെയ്താലും അവർക്ക് പ്രതിഫലമുണ്ട്, വെറുതെയല്ല. എന്റെ സഹോദരിമാരോട് പറയുന്നു, നിനക്ക് സ്വർഗം കിട്ടാനുള്ള വഴിയാ, നിനക്ക് അല്ലാഹു സ്വർഗം തരാനുള്ള വഴിയാണ് ഈ അടുക്കളയിൽ കിടന്ന് നീ കഷ്ടപ്പെടുന്നത്. അത് വെറുതെയല്ല. ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കുന്ന ഒരു ഭാര്യയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിയാം നിങ്ങൾക്ക്? ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കുന്ന ഭാര്യ, അതിനുണ്ടോ പ്രതിഫലം? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാര് നിങ്ങളുടെ തലയിൽ എണ്ണ തേച്ച് തരുമോ? അങ്ങനെ ഭാഗ്യം ചെന്ന് ഏതെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ, ഒന്ന് പൊക്കടോ, എനിക്ക് കാണാനാ. അൽഹംദുലില്ലാ, 4 പേരുണ്ട്. അല്ലാഹുവിന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എത്ര വലിയ ഭാഗ്യമുള്ള ഭർത്താക്കന്മാർ. ഇപ്പോഴും ഭാര്യമാര് തലയിൽ എണ്ണ തേച്ച് കൊടുക്കും. ഇതേപ്പോ നിങ്ങളൊക്കെ മിണ്ടാതിരിക്കുന്നത്? ഭർത്താവ് ഇപ്പോഴും ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്നത് ആരാ? ഭാര്യ. പെണ്ണുങ്ങൾ പറയുന്നുണ്ട്, പടച്ചവനെ, ഇനി ആ കളവന്റെ തലയെ തേച്ചു കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളെന്ന്. അല്ലെങ്കിൽ അങ്ങാരിപ്പോ ഒന്നുകൂടെ കെട്ടാൻ നടക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 1, 2, 3 ഇവിടെ അങ്ങനെ കെട്ടുപോ? 1 കൂടുതൽ എന്താ അവസ്ഥ? നിങ്ങൾ ഈ നാട്ടുകാരന? കണ്ണൂരാൻ? 1 കൂടുതലൊക്കെ കെട്ടുന്ന ആൾക്കാരില്ലേ? കെട്ടണ്ടെന്നൊന്നും ഇല്ലട്ടോ. ഞാന് ഈ അടുത്ത് അവരാരിക്കറിയാം, കുമ്പളിയില് ഞാനൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഒരു ഉസ്താദിനെ കണ്ടു. 4 പെണ്ണ് കെട്ടിയ മനുഷ്യനാണ്. ആ ഉസ്താദിന് 4 ഭാര്യമാരുണ്ട്. 3 പേരും ഒരു വീട്ടിലാണ് ജീവിക്കുന്നത്. 21 മക്കളുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് എന്താ എത്ര സങ്കടം? അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവിടെ 4 ഭാര്യമാരും 21 മക്കളും. എന്ത് റാഹത്തായിട്ട് ആ മനുഷ്യൻ ജീവിക്കണമെന്നറിയും.
അള്ളാഹു അറിയാം, ഞാനിപ്പോൾ കോളേജിന്റെ കാര്യം കേട്ടു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞങ്ങാതി. നീ എങ്ങനെ ആമീൻ പറയാനാ? നീ ഒന്നിനെയും കൊണ്ട് സക്കറാത്തിന്റെ വലിയ വലിക്കണേ. ആകെയുള്ള ഒരു ഭാര്യ, ഈ ഭാര്യയും കൊണ്ട് തന്നെ ഞാൻ പറയണില്ലടോ, നമ്മള് ഒരു പണക്കാരനായ ഒരാളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഒരിക്കൽ പോയി. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഇറക്കുമ്പോ, ഞാൻ സ്ഥലം പറയണില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയാതെ ഞാൻ പറയില്ല. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഞങ്ങളുടെ കൂടെ പ്രായമുള്ള ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ആ വീട്ടുകാരൻ വിളിച്ചു, അങ്ങ് ഉസ്താദ് 1 മിനിറ്റ് അകത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഇവര് രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഇങ്ങനെ എന്തോ പറഞ്ഞ് കരയുക, സങ്കടം പറഞ്ഞിട്ട്. ഈ ഉസ്താദ് ഇങ്ങനെ എന്നെ നോക്കും, ചിരിക്കും. ഈ ഉസ്താദിനെ കാണാൻ നമ്മളെ നോക്കി ചിരിക്കുന്നത്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് ഇറങ്ങി പോകുമ്പോ ചോദിച്ചു, എന്തേ ഉസ്താദെ? അയാള് വലിയ സങ്കടമൊക്കെ പറഞ്ഞല്ലോ. ഒന്നുമില്ല മോനെ, 2 പെണ്ണ് കെട്ടിയിട്ട് ആ സാധു വലിയ പ്രയാസത്തിലാണ്. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ട്. ഈ 2 ഭാര്യമാരുടെ ഇടയിൽ കിടന്നുകൊണ്ട് ആ പാപം വല്ലാതെ കഷ്ടപ്പെടുകയാ. ആ സങ്കടം പറഞ്ഞിട്ട് കരയുകയാ. അപ്പൊ നമ്മൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചിരിച്ചേന്ന്? ഞാൻ 3 എണ്ണം കെട്ടിയിട്ട് നടക്കാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ ഉസ്താദ് 3 വിവാഹം കഴിച്ച ആളാണ്. അപ്പൊ ഞാൻ പറയുന്നത്, എടാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് കുടുംബജീവിതത്തിന്റെ വില അറിയില്ല. ഇന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ വല്ലാതെ പ്രശ്നങ്ങളായിരുന്നു. തലാഖ് പറയാൻ വലിയ കാരണമൊന്നും വേണ്ട. ഈ അടുത്ത് നടന്ന 2 കാര്യങ്ങൾ. ഒരു പെൺകുട്ടി കുളിക്കാൻ പോകുമ്പോ സ്വന്തമായിട്ട് സോപ്പ് കൊണ്ടുപോയി കുളിക്കും. കുളി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ആ സൂപ്പ് എടുത്തുകൊണ്ട് റൂമിൽ വെക്കും. ഇത്രയേ ഉള്ളൂ വിഷയം. അങ്ങനെ സോപ്പ് എടുത്തുകൊണ്ട് തിരിച്ചു പോകുമ്പോ ഭർത്താവിന്റെ സഹോദരി കണ്ടു. അവൾ എന്തോ ഒരു ചോദ്യം ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞു. 2 പേരും പിരിഞ്ഞു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എനിക്കറിയുന്ന ഒരു സുഹൃത്തിന്റെ ഭാര്യയുടെ സഹോദരൻ പെണ്ണ് കെട്ടിയിട്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല. അത് കാരണം ആ കല്യാണം മുടങ്ങി. ആ കല്യാണമല്ല, അവര് പിരിഞ്ഞു. ഗിഫ്റ്റ്, എല്ലാവരും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു. ആ പാവപ്പെട്ടവൻ എവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് അതൊക്കെ വലിയ കാര്യമാ. ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം, കറങ്ങാൻ കൊണ്ടുപോകണം, അങ്ങനെയുള്ള കാര്യങ്ങളാ. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഈ കുടുംബക്കാര് സമ്മതിക്കാറില്ല. ഏറ്റവും കൂടുതൽ പരാതി, ഭാര്യയും ഭർത്താവും 5 മിനിറ്റ് പരസ്പരം ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയമുള്ളൂ. പക്ഷെ ആര് സമ്മതിക്കൂല? ഈ ഭർത്താവിന്റെ വീട്ടുകാരും ഈ പെണ്ണിന്റെ വീട്ടുകാരും സമ്മതിക്കൂല. ഇവരുടെ വാശിയുടെ മുമ്പിലാണ് പല ജീവിതവും തകർന്നു പോകുന്നത്. എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഇതുപോലെ എല്ലാ ചർച്ചകളും പരാജയപ്പെട്ടു. അവസാനം കമ്മിറ്റിക്കാരുടെ ഇടയിൽ വെച്ചുകൊണ്ട് കൊടുക്കൽ വാങ്ങലിന്റെ അവസാനത്തെ എഴുതി വെക്കുക, കൊടുത്തത് തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള സെറ്റിൽമെന്റ് നടക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാരും കിടന്നിട്ട് വലിയ ബഹളം. KL 60B 2444 വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് റോഡ് ബ്ലോക്കാണ്. ഏത് വണ്ടിയാ? KL 60B 2444. പലർക്കും സ്വന്തം വണ്ടിയുടെ നമ്പറിന്റെ പേര് അറിയില്ല, അതുകൊണ്ടാ. എന്തായാലും ഒന്ന് മാറ്റി കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ നോക്കുമ്പോ വലിയ ചർച്ചകൾ നടക്കുകയാ. അപ്പൊ എന്നോട് ചോദിച്ചു, ഉസ്താദിനൊന്നും പറയുന്നത് എന്താ ഉസ്താദൊന്നും മിണ്ടാത്തേന്ന്? ഞാൻ പറഞ്ഞു, ഞാനെന്തു പറയാനാ? എനിക്ക് നിങ്ങളോട് ആരോടും സംസാരിക്കണ്ട, ആ പയ്യനോടും പെണ്ണിനോടും ഒന്ന് സംസാരിക്കണം. അത് പറ്റത്തില്ല ഉസ്താദെ. എന്നാ ഞാൻ പറഞ്ഞു, എന്നാ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളാം. അവസാനം മനസ്സോടെ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. ഈ ഭാര്യയെയും ഭർത്താവിനെയും ഒരു ചെറിയ കുട്ടിയുണ്ട്, ഇവരെ 3 പേരെയും വിളിച്ച് മദ്രസയുടെ മുകളിൽ പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. ഇവര് 2 പേരും അങ്ങോട്ട് പറയാൻ തുടങ്ങി. വളച്ചവനെ ഇടിവെട്ടി മഴ പെയ്യണ പോലെ അവിടെ പലതും നടന്നു. ഭാര്യയും ഭർത്താവും പറയാനുള്ളത് മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. വഴക്കുകൂടി, അടിക്കാൻ കൈപൊക്കി, എന്തെല്ലാം ചെയ്തു. ഞാൻ മിണ്ടാതെ ഇരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി സമയമുണ്ടെന്ന്. ഞാൻ മിണ്ടാതെ ഇരുന്നു. എല്ലാം പറഞ്ഞ് ഇടിവെട്ടി മഴ പെയ്ത് തോർന്നു. 2 പേരും ശാന്തമായിരുന്നപ്പോ ഞാൻ ചോദിച്ചു, എല്ലാരും മലക്കുകളൊന്നുമല്ല, മനുഷ്യന്മാരാ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകളൊക്കെ ചെയ്യും. നിങ്ങൾക്ക് 2 പേർക്കും ഒന്ന് വിട്ടുവീഴ്ച ചെയ്തൂടെ? ഒന്ന് ജീവിച്ചൂടെ നിങ്ങൾക്ക്? ഇല്ല ഉസ്താദെ, പറ്റൂല. എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റൂല. അവൻ പറയുന്നത് എനിക്കും പറ്റൂല. ഞാൻ ചോദിച്ചൊരു കുട്ടിയുണ്ട്, ഒന്നുമില്ല. 2 പേരും വലിയ വഴക്ക്. അവസാനം 8ാമത്തെ അടവെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഞാൻ അവസാനം ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഈ റൂമിന്റെ പുറത്തിറങ്ങിയാൽ നിങ്ങൾ 2 പേരും തലാഖ് പറഞ്ഞു പിരിയുകയാ. ഇനി ഒരിക്കലും നിങ്ങൾക്ക് 2 പേർക്കും ചേരാൻ പറ്റൂല.
അതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് പൊരുത്തം ചോദിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞു. ഭാര്യയോടും ഭർത്താവിനോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നുകൊണ്ട് പൊരുത്തം ചോദിക്ക്, എന്നിട്ട് നിങ്ങൾ യാത്ര പറഞ്ഞു. ഞാൻ പുറത്തു നിൽക്കാമെന്ന് പറഞ്ഞു വാതിലടച്ച് പുറത്തിറങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറച്ചു കഴിഞ്ഞ് കയറി വന്നപ്പോ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഉസ്താദെ ഞങ്ങൾക്ക് ജീവിക്കണം, ഉസ്താദെ ഞങ്ങൾക്ക് ജീവിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ എവിടെയെങ്കിലും പോയി വാടകയ്ക്ക് വീടെടുത്തിട്ട് ജീവിച്ചോ. നിങ്ങളെ സമ്മതിക്കാത്തത് നിങ്ങളുടെ വീട്ടുകാരാ. ആ ഭാര്യയും ഭർത്താവ് ഇറങ്ങി അപ്പോഴേ പോയി ബൈക്ക് കൊടുത്തോണ്ട് അവര് പോയി. ഞാൻ താഴെ ചെല്ലുമ്പോഴും അവിടെ സെറ്റിൽമെന്റ് നടന്നുകൊണ്ടിരിക്കുക. അവരിതൊന്നും അറിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഇന്നത്തെ വീടുകളിൽ നടക്കുന്ന പള്ളികളിലാണെങ്കിലും ഇന്ന് വാശി മാതാപിതാക്കൾക്കാ എന്ന് നിങ്ങൾ തിരുത്തി കൊടുക്കടോ. നിന്റെ മകളാണല്ലോ, ആ മകളോടും നിന്റെ മരുമകനോടും പറയാനുള്ള കാര്യം ക്ഷമയോടുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്ക്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് കൈപൊട്ടി കാണിച്ചിട്ട് പറയുന്നു, വാപ്പാ എനിക്കൊരടിമയെ വേണം വാപ്പാ. പൊന്നാര മകള് നബി തങ്ങളോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ നിനക്ക് ഞാനൊരു നന്മ പറഞ്ഞു തരട്ടെ, നിനക്ക് ഞാനൊരു നന്മ പറഞ്ഞു തരട്ടെ. നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന ഒരടിമയെ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനം ചെയ്യുന്ന ഒരറിവ് ഞാൻ പറഞ്ഞു തരട്ടെയോ. അല്ലാഹുവിന്റെ പ്രവാചകന് പാതിരാത്രി ഉറങ്ങാൻ കിടന്ന മകളെയും മരുമകനെയും ഉറക്കപ്പായിൽ നിന്ന് വിളിച്ചുണർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത അറിവേതാണെന്നറിയുവോ? പെങ്ങളെ പഠിക്കണം പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറഞ്ഞു, ഫാത്തിമ ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ നബി തങ്ങൾ മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്. കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഇത് പറഞ്ഞിട്ട് കിടക്കണേ ഫാത്തിമ, ഇത് പറഞ്ഞിട്ട് കിടക്കണേ ഫാത്തിമ. പടച്ചവനെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ മരിക്കുന്ന ദിവസം വരെ പറയുമായിരുന്നു. നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു നന്മയാണ്. മരിക്കുന്ന ദിവസം വരെ പറയുമായിരുന്നു. അലിയാര് തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. എന്റെ നബി തങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ ഇന്നുവരെ മുടക്കിയിട്ടില്ല, ഞാൻ ഇന്നുവരെ മുടക്കിയിട്ടില്ല. അലിയാര് തങ്ങൾ മരിക്കുന്ന കാലം വരെ നന്മ ചെയ്യുമായിരുന്നു. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഇതിന്റെ മഹത്വം അറിയില്ലടോ, ഇതിന്റെ മഹത്വം അറിയില്ലടോ. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാമെന്നവർക്ക് ഞാനൊരു നല്ല കാര്യം പറഞ്ഞു തരാ. പറഞ്ഞാ നീയും രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും. നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാൻ, നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാൻ ഒരു നന്മ പറഞ്ഞു തരട്ടെയോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ 4 കാര്യം ചെയ്യാതെ ഉറങ്ങില്ലേ ആയിഷ? ഈ പറയുന്ന 4 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്. പ്രത്യേകിച്ച് ഇന്ന് ചെയ്യണം സഹോദരാ. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഇന്നൊരു രാത്രിയെങ്കിലും ചെയ്യ്, ഇന്ന് ഒരു രാത്രിയെങ്കിലും ചെയ്യ്. ഈ പറയുന്ന 4 കാര്യം ചെയ്യാതെ ഉറങ്ങല്ലേ ചെറുപ്പക്കാരാ, ഉറങ്ങല്ലേ പെങ്ങള്. വാപ്പാ ഒരു 5 നയാ പൈസയുടെ ചെലവില്ല, ഒരു കഷ്ടപ്പാടില്ല. 5 മിനിറ്റ് മതി, അല്ലെങ്കിൽ 10 മിനിറ്റ് മതി. നീ കിടക്കാൻ വേണ്ടി കിടപ്പറയിൽ ചേറി ചെന്നിട്ട് ആ കട്ടിലിന്റെ മുകളിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന 4 കാര്യം ഇത് ചെയ്യാതെ ഉറങ്ങല്ലേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ 4 കാര്യം ചെയ്തിട്ട് നിങ്ങൾ ഇന്ന് കിടന്നുറങ്ങാവൂ. നാളെ ചെയ്തില്ലെങ്കിലും ഇന്ന് ഒരു ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ അത് ചെയ്തൂടെ? ചെയ്തൂടെ? ഉറക്കെ പറയടോ, ചെയ്തൂടെ?
അള്ളാഹുവെ ആരെല്ലാം ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ചെയ്യാമെന്ന് നിയത്ത് ചെയ്യുന്നുണ്ടോ അവർക്ക് നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹീദിനെ പോലെ മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചോനെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഉറക്കെ പറ ഇൻഷാ അല്ലാഹ്. ഇത്ര ശബ്ദമേ നിങ്ങൾക്കുള്ളൂ? ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്ന്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഖത്തം ഓതിയിട്ട് വേണം കിടന്നുറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തോതിയിട്ട് വേണം കിടന്നുറങ്ങാൻ? എന്തോതിയിട്ട് വേണം കിടന്നുറങ്ങാൻ? ഓതൂലേ? ഓതൂലേ? അതിപ്പോ ആലോചിക്കുന്നതാ എങ്ങനെ ഓതാൻ പറ്റും. ഒരു ഖത്ത് ഓതാന്ന് വെച്ചാൽ ഉറങ്ങാൻ അറിയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്ത് ഓതിയിട്ട് കിടന്നാൽ ഒരു ഖത്തം ഓതിയ കൂലി കിട്ടും. നബിയിനാ റസൂലുള്ളാഹി, നബിയിനാ റസൂലുള്ളാഹി. ഏത് സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ്. ഈ 3 സൂറത്ത് എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു ഖത്തം ഓതിയിട്ട് വേണം ഇന്ന് കിടന്നുറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂലേ? ഉറക്കെ പറഞ്ഞ ഓതൂലേ? അള്ളാഹുവെ ആരൊക്കെ ഇന്ന് ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ടോ അവര് മരിക്കുമ്പോ ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അതങ്ങനെ ഒന്ന് കിട്ടിയാലേ ചിലർക്ക് പറ്റൂ അല്ലേ? ഒരെണ്ണം കൊടുക്കണം. അങ്ങോട്ട് പോടാന്ന് പറഞ്ഞപ്പോ ഒരെണ്ണം അപ്പറടിയാവും. എന്താ അങ്ങനെ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. രണ്ട്, ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. നീ ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം ഇന്ന് രാത്രി ഉറങ്ങാൻ. അള്ളാഹു ചോദിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്വന്തം പെണ്ണുമ്പിള്ള എടുത്ത് ചോദിക്കുന്നില്ല, പിന്നെ ഇനിയിപ്പോ ലോകത്തുള്ളവരോട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭാര്യ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ നമ്മൾ പറയും. ഖബറിൽ കിടക്കണ വാപ്പാനെ വരെ വേണമെങ്കിൽ വിളിച്ചു വരുത്തും. എന്തൊക്കെ പറയാൻ പറ്റുമോ അത് മുഴുവനും പറഞ്ഞിട്ട് ഓളോട് പോലും ചോദിക്കണില്ല, പിന്നെ ഇനിയിപ്പോ ലോകത്തുള്ളവരുടെ. എടാ, ലോകത്തുള്ള എല്ലാവരുടെയും പൊരുത്തം കിട്ടാനുള്ള വഴി എന്താ? നീ ദുആ ചെയ്യണം. അല്ലാഹുവേ, ലോക മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണം. എല്ലാവരോടും നീ കരുണ കാണിക്കണം. അല്ലാഹുമ്മ ഗുഫിർ ലഹു. ദുആ ചെയ്യുമല്ലോ, അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. പടച്ചവനെ, ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണം. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാവരോടും നീ പുറത്തു കൊടുക്കണം. നീ കരുണ കാണിക്കണം. ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്താൽ അവരുടെ പൊരുത്തം നിനക്ക് ലഭിക്കുമെന്ന് നബിയനാ റസൂലുള്ളാഹി. നബിയനാ റസൂലുള്ളാഹി ഈ ദുആ എന്ന് പറഞ്ഞ അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറയടാ. ദുആ എന്ന് പറഞ്ഞേ, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم. എന്താ ഇതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ല. എടാ, ഈ ദുആ ചെയ്യുന്നവൻ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഇന്ന് ലോകത്ത് 200 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. ഏകദേശം ഇന്ന് ലോകത്ത് 200 കോടി മുസ്ലിമീങ്ങളുണ്ട്. നിങ്ങൾ ആരെങ്കിലും اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. നമ്മൾ ചെയ്യുന്ന ദുആ. എടാ, നിങ്ങൾ ഈ ലോകത്തുള്ള 200 കോടി മുസ്ലിമീങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിൽ ഓരോ മനുഷ്യന്റെയും തലയ്ക്ക് എണ്ണം വെച്ച് ഈ ദുആ ചെയ്താൽ അല്ലാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് പറയുന്ന ദുആ നീ ചെയ്താൽ 200 കോടി നന്മ നിനക്ക് അല്ലാഹു തരും. ഒറ്റവട്ടം ചെയ്താൽ. നീ ഒരു വട്ടം ഈ ദുആ ചെയ്താൽ നബി ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു വട്ടം നിങ്ങൾ ആരെങ്കിലും ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്താൽ ലോകത്ത് എത്ര മുസ്ലിം ഉണ്ടോ 200 കോടിയെങ്കിൽ 200 കോടി നന്മ കിട്ടും ഈ ഒറ്റ ദുആ ചെയ്താൽ. അല്ലാഹു നമുക്ക് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. 3 നബിതങ്ങൾ പറയുകയാ, നീ പ്രവാചകന്മാരോട് ശഫാഅത്ത് ചോദിച്ചിട്ട് വേണം ഉറങ്ങാൻ.
എല്ലാ പ്രവാചകന്മാരോടും നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോ എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ എന്ന് നീ ചോദിക്കണം നബിയേ. അങ്ങയല്ലാതെ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ചോദിക്കാം? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത് ഒരു 10 സ്വലാത്ത് പറയാൻ. കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു 10 സ്വലാത്ത് പറയാൻ. അത് പറഞ്ഞാൽ നാളെ ശഫാഅത്ത് നിനക്ക് ഉറപ്പാണ്. നാളെ പ്രവാചകന്മാരുടെ ശഫാഅത്ത് കിട്ടുമല്ലോ. പെങ്ങളെ, 4ാമത്തെ കാര്യം, ഹജ്ജ് ചെയ്യണ്ടേ, ഉംറ ചെയ്യണ്ടേ, സിയാറത്ത് ചെയ്യണ്ടേ. ഉസ്താദേ, മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യണമെന്ന് കൊതിച്ച് നടക്കുന്ന ഉമ്മ, നിനക്ക് ഹജ്ജും ഉംറയും ചെയ്ത കൂലി വേണോ? നിനക്ക് ഹജ്ജും ഉംറയും ചെയ്ത കൂലി വേണോ? രാത്രി കിടപ്പറയിൽ കയറി ചെന്നിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം അല്ലാഹു അക്ബർ 34 പ്രാവശ്യം ലാ ഇലാഹ ഒരു പ്രാവശ്യം നിനക്ക് പറയാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജും ഉംറയും ചെയ്ത കൂലി കിട്ടുമെന്നാണ്. ഓരോ രാത്രിയും ഹജ്ജ് ചെയ്യാടോ, ഓരോ രാത്രിയും ഉംറ ചെയ്ത കൂലിയാണ്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. അല്ലാഹുവേ, പാതിരാത്രി നബി തങ്ങൾ തന്റെ മകളോടും മരുമകനോടും ഈ നന്മ പറഞ്ഞു കൊടുത്തപ്പോ അവര് രണ്ടുപേരും മരിക്കുന്ന കാലം വരെ മുടക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ മക്കാമിൽ കിടക്കുന്ന മഹാന്റെ ഉറൂസാണ്. അവസാന ദിവസം ഒരുമിച്ച് കൂടിയവരോട് എനിക്ക് പറഞ്ഞു തരാനുള്ള നന്മ ഇതാ, ഇത് ചെയ്യാതെ ഉറങ്ങല്ലേ. ഇത് ചെയ്താ, ഈ നന്മ നിങ്ങൾ ചെയ്താ, ഇന്നകും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നിങ്ങൾക്ക് ആ സ്വർഗമുണ്ട്. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നിനക്ക് ചാൻസ് ഉണ്ട് സഹോദരാ. വിശദീകരിക്കുന്നില്ല. 2ാമത്തെ നന്മ ഏതെന്നറിയുവോ? 2ാമത്തെ നന്മ ഏതെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന സ്വഭാവമുണ്ടോ? ഈ പറയുന്ന സ്വഭാവമുണ്ടോ? വകാനൂൽ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബാ. 2ാമത്തെ നന്മ, 2ാമത്തെ നന്മ, അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുമടോ. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുമടോ. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാൽ, ബുദ്ധിമുട്ടാകട്ടെ, രോഗമാകട്ടെ, കടമാകട്ടെ, നഷ്ടമാകട്ടെ, മരണമാകട്ടെ, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാൽ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവർ, ഈ മക്കാമിന്റെ മുറ്റത്ത് വന്നിട്ട് ദുആ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. മനസ്സു നിറയട്ട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുമായി ഈ മക്കാമിന്റെ മുമ്പിൽ വന്നിട്ട് പരിഹാരവുമായി ഇറങ്ങിപ്പോകുന്നവരുണ്ടല്ലോ. പടച്ചവനെ, കിഡ്നി മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് അവസാനം ഈ മക്കാമിൽ വന്നിട്ട് ആ രോഗത്തിന് പരിഹാരവുമായി ഇറങ്ങിപ്പോയ ചെറുപ്പക്കാരനുണ്ടല്ലോ. എന്തിനാ നിങ്ങളോട് ഞാൻ മഹത്വം പറയുന്നത്? നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചവരാണല്ലോ. നിങ്ങൾ ഓരോരുത്തർക്കും പറയാൻ ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് പറയുകയാ, നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ. വയദഊനനാ റഗബൻ വറഹബാ. അവര് ദുആ ചെയ്യുന്നവരാണ്. നിങ്ങളെല്ലാരും ദുആ ചെയ്യുന്നവരാ. ഞാനും ദുആ ചെയ്യും, നിങ്ങളും ദുആ ചെയ്യും. ആ ദുആയെ കുറിച്ചല്ല, ആ ദുആയെ കുറിച്ചല്ല, നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാണ്. എങ്കിൽ ഈ ദുആ നമ്മുടെ ദുആയല്ല. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല, ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഹോസ്പിറ്റൽ
കിടക്കുന്ന രോഗിയെ കാണിച്ചിട്ട് ഡോക്ടർ പറയുകയാ, ഇനി ദൈവത്തോട് പറയ്, ഇനി ദൈവത്തോട് പറയ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ സാഹചര്യത്തിന് ദുആ ചെയ്യുന്നവർ എങ്ങനത്തെ ദുആയാണെന്ന് രണ്ടടയാളം പറയാ. അല്ല പറയുന്നുണ്ട്, രണ്ടടയാളം അല്ല തന്നെ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ ദുആ ചെയ്യണമെന്നറിയോ? എങ്ങനെ ദുആ ചെയ്യണമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, കടൽ കാണാൻ പോകുന്നവരാണല്ലോ, ഇവിടെ പരിസരത്ത് കടലുണ്ടല്ലോ, കടലിൽ പോകുന്നവർക്കറിയാ, ആ കടലിന്റെ ഉള്ളിലേക്ക് പോകും തോറും ആഴം കൂടുകയാണ്, ആഴം കൂടുകയാണ്. കടലിനടിയിൽ പോകുമ്പോ വല്ലാത്ത ഇരുളാണ്. പടച്ചവരെ, വനദാ ഫിദ്ദുലുമാത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഖുർആൻ പറയുകയാ, യൂനുസ് നബി അലൈഹിസ്സലാം കടലിന്റെ മധ്യഭാഗത്ത് വെച്ച് കടലിലേക്ക് വലിച്ചെറിയുകയാണ്. ജീവനുള്ള ഒരു മനുഷ്യന് കടലിലേക്ക് വലിച്ചെറിഞ്ഞടോ, ആ കടലിന്റെ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന മീനാണ്, ഏറ്റവും വലിയ മീനാണ് തിമിംഗലം. ആ തിമിംഗലത്തിന്റെ വയറ്റിലാ യൂനുസ് നബി കിടക്കുന്നത്. കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് കിടക്കുന്ന, കടലിനടിത്തട്ടിൽ കിടക്കുന്ന ഏറ്റവും വലിയ മീനായ തിമിംഗലം എന്ന് പറയുന്ന മീൻ, ആ മീനിന്റെ വയറ്റിലാണ് യൂനുസ് നബി അലൈഹിസ്സലാം കിടക്കുന്നത്. കടലിൽ വീണ ഒരു മനുഷ്യൻ രക്ഷപ്പെടുമോ? എടോ, വെള്ളത്തിൽ വീണ ഒരാൾ രക്ഷപ്പെടുമോ? യൂനുസ് നബി അലൈഹിസ്സലാം കടലിന്റെ ഏറ്റവും ആഴമുള്ള ഭാഗത്താണ് യൂനുസ് നബിയെ വലിച്ചെറിഞ്ഞത്. യൂനുസ് നബി കിടക്കുന്നത് തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറ്റില. രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? നിങ്ങൾ ചിന്തിക്ക്, നമ്മുടെ ബുദ്ധി വെച്ച് ചിന്തിക്ക്. ഈ കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന തിമിംഗലത്തിന്റെ വയറ്റിനകത്ത് ഒരു മനുഷ്യൻ മരിക്കാതെ കിടക്കണമെങ്കിൽ, ഓൻ രക്ഷപ്പെടണമെങ്കിൽ, ഇന്ന് നമ്മുടെ ബുദ്ധി വെച്ച് ചിന്തിച്ചു നോക്കിക്കേ, ഒരു പഴുതുമില്ല. എന്നാ യൂനുസ് നബി അലൈഹിസ്സലാം ആ മീനിന്റെ വയറ്റിൽ കിടന്നിട്ട് അല്ലാഹനെ വിളിച്ചു, വനാദാ ഫിദ്ദുലുമാത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീ എന്നെ രക്ഷപ്പെടുത്തണം പടച്ചവനെ. അല്ലാഹുവേ, നീ എന്നെ രക്ഷപ്പെടുത്തണം തമ്പുരാനെ. ആ മീനിന്റെ വയറ്റിൽ കിടന്നിട്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ല പറഞ്ഞത് എന്തെന്നറിയുമോ? ആ യൂനുസ് നബിയെ കുറിച്ച് അല്ലാഹു പറയുകയാ, പടച്ചവരെ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് നബി എങ്ങാനും ആ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ, ആ മീനിന്റെ വയറ്റിൽ കിടന്നിട്ട് യൂനുസ് നബി ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഖിയാമത്ത് നാൾ വരെ അതിനകത്ത് കടക്കേണ്ടി വരുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ ദുആ ചെയ്യണം. സഹായിക്കാൻ ആരുമില്ല, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. പടച്ചവനെ, സർവ്വ വഴികൾ അടഞ്ഞു നിൽക്കുമ്പോഴും എന്റെ റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച അള്ളയുണ്ടല്ലോ, ആ അള്ള എന്റെ കൂടെയുണ്ട്. ഇന്ന് നമുക്കില്ലാതെ പോയത് അള്ള ആരാണെന്നറിയില്ല. അല്ലാഹുവിൽ നമുക്ക് പ്രതീക്ഷയില്ല. നമുക്ക് നിരാശയാടോ, നമുക്ക് നിരാശയാടോ. ഇനി മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയാണ്. മക്കളില്ലാത്തവരുണ്ടല്ലോ, എന്തേ മക്കളുണ്ടാകാത്തത്? എന്തേ നിനക്ക് മക്കളുണ്ടാകാത്തത്? ഈ മക്കാമിന്റെ മുമ്പിൽ വെച്ചൊരു സഹോദരൻ പറഞ്ഞു, ഉസ്താദ്, എന്റെ മകൾക്ക് മക്കളില്ല, ദുആ ചെയ്യണേ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, 9 കൊല്ലമായി മക്കളില്ലെന്ന്. മക്കളുണ്ടാകാത്തതിന്റെ കാരണം നിനക്ക് പ്രതീക്ഷയില്ല സഹോദരാ, നീ നിരാശയാടാ. നീ പറയുന്നത് നിന്റെ അല്ലാഹുവിന് കഴിയില്ലെന്നാണ്. പിന്നെങ്ങനെ അല്ലാഹ് നിനക്ക് മക്കളെ തരുന്നത്? നിന്റെ അല്ലാഹ് ആരാണെന്നറിയോ? എങ്ങനെ ദുആ ചെയ്യണമെന്നറിയുമോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയുമോ? മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരോട്, പ്രയാസപ്പെടുന്നവരോട് പറയുകയാണ്, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയുമോ? അല്ലാഹുവേ, ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുണ്ടല്ലോ, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുണ്ടല്ലോ, ആ
പള്ളിയുടെ മിഹ്റാബിനകത്ത് മറിയമെന്ന് പറയുന്ന ഒരു പെൺകുട്ടി വളരുകയാ. ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീബി തന്റെ മാതാവ് നേർച്ച ചെയ്തതാണ്. സക്കരിയ നബിയാണ് ഫാദാ മറിയമിനെ വളർത്തുന്നത്. അങ്ങനെ മറിയമെന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി പള്ളിയുടെ മിഹ്റാബിനകത്ത് ജീവിക്കുകയാ. ഒരു ദിവസം സക്കരിയ നബി അലൈഹിസ്സലാം മറിയമിന്റെ മിഹ്റാബിലേക്ക് കടന്നു ചെല്ലുമ്പോ മറിയം പഴം കഴിക്കുകയാ. മറിയമിന്റെ മുമ്പിൽ പഴമിരിക്കുകയാണ്. സക്കരിയ നബി ചിന്തിച്ചു, അല്ലാ, ഈ പഴം എവിടെ നിന്നാണ് തമ്പുരാന്? ഈ നാട്ടിൽ പോലും കിട്ടാത്ത സമയമാ. ഈ നാട്ടിൽ പോലും ഈ പഴം കിട്ടാറില്ല. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും ഈ പഴം കിട്ടാറില്ല. അങ്ങനെയുള്ള സമയത്ത് എന്റെ മറിയമിന് എവിടെ നിന്നാണ് പഴം കിട്ടിയത്? മോളെ മറിയമേ, ഇതെവിടെ നിന്നാ മോള്? ഇതെവിടെ നിന്നാ മോള്? ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാ, എനിക്കല്ല തന്നതാ. അല്ലാഹുവിന് കഴിയുമടോ? പഴമില്ലാത്ത സമയത്ത് പഴം കൊടുക്കാൻ അല്ലാഹുവിന് കഴിയുമടോ? സക്കരിയ നബി എന്ത് ചെയ്തെന്നറിയോ? അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഖാല റബ്ബി ഇന്ന വഹനിൽ അദ്മു മിന്നി വസ്തഗല الرأس شيبا ولن أكن بدعائك ربي سخيا. സക്കരിയ നബിക്ക് മക്കളില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി. 120 വയസ്സുണ്ട് വാപ്പാ. സക്കരിയ നബി അലൈഹിസ്സലാമിന് 120 വയസ്സുണ്ട്. 120 വയസ്സുള്ള ഒരു മകന് മക്കൾ ഉണ്ടാകാൻ വല്ല സാധ്യതയുമുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. സക്കരിയ നബി അലൈഹിസ്സലാമിന് 120 വയസ്സോളം അടുത്തിട്ടുണ്ട്. സക്കരിയ നബി അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, എനിക്ക് പ്രായമായി, എന്റെ എല്ലുകൾ പൊടിയാൻ തുടങ്ങി, എന്റെ എല്ലുകൾ ഇറച്ചിയിൽ നിന്ന് വിട്ടു തുടങ്ങി. പടച്ചവനെ, ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ എനിക്ക് മക്കൾ ഉണ്ടാകാൻ 1% പോലും സാധ്യതയില്ല. 120ഓളം വയസ്സ് അടുത്തിരിക്കുന്ന സക്കരിയ നബി അല്ലാഹുവിനോട് പറയുകയാ, എനിക്ക് മക്കൾ ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ല പടച്ചവനെ. എന്റെ ഭാര്യയ്ക്കും പ്രായമായി പടച്ചവനെ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ, സക്കരിയ നബിയുടെ ഭാര്യയുടെ മെൻസസ് പോലും നിലച്ചു. 45ഉം 50ഉം 55ഉം 60ഉം വയസ്സായാൽ ഒരു പെണ്ണിന്റെ മെൻസസ് നിലയ്ക്കുമല്ലോ. മെൻസസ് നിലച്ച പെണ്ണിന് മക്കൾ ഉണ്ടാകില്ല എന്നല്ലേ ഡോക്ടർമാർ പറയുന്നത്, അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 120 വയസ്സുള്ള സക്കരിയ നബി തന്റെ ഭാര്യയുടെ മെൻസസ് പോലും നിലച്ചു വൃദ്ധയായി. സക്കരിയ നബി വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, പെണ്ണെ, നീ പ്രസവിക്കുന്നു? ഈ കിളവിയായ ഞാനോ? ഇങ്ങനെ ചോദിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരാ പറഞ്ഞ 35 40 45 പ്രസവിക്കത്തില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഈ ഡോക്ടർമാര് പലതും പറയൂടോ. കണ്ട മരുന്ന് മുഴുവനും വാങ്ങിച്ചു തിന്നിട്ട് നീ നിന്റെ ആരോഗ്യം കളയുന്ന എന്തിനാ? നിനക്ക് പ്രതീക്ഷയില്ല, നിനക്ക് നിരാശ, ഇനി ഉണ്ടാകത്തില്ലെന്ന് നീ എഴുതി തള്ളി. ഡോക്ടറാ നിന്റെ അല്ലാഹ്. ഓൻ പറഞ്ഞു എനിക്കുണ്ടാകാൻ ചാൻസ് ഇല്ലെന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ സക്കരിയ നബിക്ക് വിശ്വാസമുണ്ടായിരുന്നു വാപ്പ. 120ാമത്തെ വയസ്സിലും സക്കരിയ നബി അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ, നിനക്ക് കഴിവുണ്ട് എനിക്ക് മക്കളെ തരാൻ. ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, പടച്ചവന് നിനക്ക് കഴിയും, എനിക്കൊരു മകനെ തരാൻ നിനക്ക് കഴിയും, നീ എനിക്കൊരു മകനെ തരണം തമ്പുരാനെ. സക്കരിയ നബി ദുആ ചെയ്തു. അള്ളാഹു കൊടുത്തു യഹ്യ എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ ദുആ ചെയ്യുന്നവർക്ക് ആ സ്വർഗം. അല്ലാതെ ചുമ്മാതെ ആമീൻ 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 ഉസ്താദ് ദുആ ചെയ്യും, നീ സദ്യ ഉണ്ണാനിരിക്കുന്ന പോലെ ഇരുന്ന് ആമീൻ ആമീൻ. ഈ ആമീൻ ആർക്ക് വേണം ചങ്ങാതി? അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നിന്റെ ആമീൻ ആർക്ക് വേണം? എടാ, നിനക്ക് തന്നെ അറിയാം നീ ചോദിച്ചിട്ട് കാര്യമില്ലെന്ന്.
എടാ നിനക്ക് തന്നെ അറിയാം ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നിനക്ക് ഉറപ്പാ. കാരണം നീ തിന്നിരിക്കുന്നത് മുഴുവൻ ഹറാമാ. നിന്റെ ശരീരത്തുകൂടെ ഒഴുകുന്ന രക്തം ഹറാം, നീ ധരിച്ചിരിക്കുന്നത് ഹറാം. പിന്നെ എങ്ങനെ നിന്റെ ദുആ സ്വീകരിക്കും? നിനക്ക് തന്നെ അറിയാം. പലരും ഞങ്ങളോട് പറയാറുണ്ട്, ഉസ്താദേ ദുആ ചെയ്യണം. അബ്രാരിയോടൊക്കെ പലപ്പോഴും പറയാറുണ്ട് ദുആ ചെയ്യാൻ. എന്നിട്ട് പറയാറുണ്ട് ഞങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കില്ല. അപ്പൊ നിനക്ക് തന്നെ അറിയാം. എടോ ഞാൻ പറഞ്ഞത് അല്ലാഹുവിൽ നീ പ്രതീക്ഷ വെക്ക്, നീ പടച്ചവനിൽ പ്രതീക്ഷ വെക്ക്. അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് നീ ആത്മാർത്ഥമായി ദുആ ചെയ്യ്. ഉറപ്പായിട്ടും അല്ലാഹു നിനക്ക് തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു കുട്ടികൾക്ക് പാഠം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്ന പലരുടെയും പ്രയാസം എന്താ? കച്ചവടമില്ല. ഉസ്താദ് ബിസിനസ് ഒക്കെ ആകെ തകർന്ന് തരിപ്പണമായി വലിയ പ്രയാസത്തില. അള്ളാഹു എല്ലാവരുടെയും ജീവിത മാർഗത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നല്ല ജീവിതം വേണോ? മഹാനായ ഹസൻ ബസ്രി തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വെള്ളമില്ല, വലിയ ക്ഷാമം, മഴയൊന്നുമില്ല, ദുആ ചെയ്യണം. ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു അത്രേ, അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ. ഇത് പോയി. രണ്ടാമതൊരാൾ വന്നിട്ട് പറഞ്ഞു, കച്ചവടം മുഴുവനും പ്രയാസത്തില, കടയും തുറന്നു വെച്ച് ചുമ്മാതിരിക്കുക. അപ്പൊ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ. കടയിൽ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുമല്ലോ, ഈച്ച അടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. അന്യവന്റെ കടയെ നോക്കിയിട്ട് അവന് മാത്രം കച്ചവടം പടച്ചവൻ, ഇവിടെ ആരും കയറുന്നില്ലല്ലോ, അല്ലാ ഇവൻ എന്നെത്തിക്കാനേലാകും. നമ്മുടെ ചിന്ത ഏതാ? എടാ നീ അവിടെ ഇരുന്ന് അസ്തഗ്ഫിറുല്ലാഹ് പറ. മഹാനവറുകൾ പറഞ്ഞു, നിനക്ക് കച്ചവടമില്ലേ, ബർക്കത്ത് വേണം, നീ അസ്തഗ്ഫിറുല്ലാഹ് പറ. മൂന്നാമതൊരാൾ വന്നിട്ട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി ഞങ്ങളെ മക്കളില്ല, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി, മക്കളെ കിട്ടും. 3 പേർക്കും ഒരേ മരുന്ന്. അപ്പൊ ശിഷ്യന്മാർ ഉസ്താദിനോട് ചോദിച്ചു, ഇതെന്തേപ്പാ എല്ലാവർക്കും ഒരു മരുന്ന് തന്നെ? മഴ വെള്ളം കിട്ടാനും അസ്തഗ്ഫിറുല്ലാഹ്, കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാകാനും അസ്തഗ്ഫിറുല്ലാഹ്, മക്കളില്ലാത്തവനും അസ്തഗ്ഫിറുല്ലാഹ്, ഇതെന്താന്ന്? അപ്പോഴാ പറയുന്നത്, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ ويجعل لكم جنات ويجعل لكم أنهارا. ഇത് അല്ലാഹ് പറഞ്ഞ മരുന്നാണ്, ഇത് ഞാൻ പറഞ്ഞതല്ല. ഇത് അല്ലാഹ് പറഞ്ഞ മരുന്നാണ്. പരിശുദ്ധമായ ഖുർആനാണോ പറയുന്നത്? മക്കളില്ലാത്ത പെങ്ങളെ അസ്തഗ്ഫിറുല്ലാഹ് പറമോളെ, അല്ലാഹുവിൽ പ്രതീക്ഷ വെക്ക്. എന്നെങ്കിലും ഒരു ദിവസം അല്ലാഹു നിനക്ക് തരാൻ കഴിവുള്ളവനാണ്. റബ്ബ് തരുമെന്നുള്ള പ്രതീക്ഷയോട് നീ റബ്ബിനോട് ദുആ ചെയ്യ്. എന്റെ പ്രിയപ്പെട്ട വാപ്പാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീരിട്ട് തീറടിയാക്കിയിരിക്കുകയാണ്. അടുത്തു പോകാൻ പറ്റുന്നില്ല. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കരിഞ്ഞു വീഴുകയാണ്. ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കി ഇബ്രാഹിം നബി അമ്പും വില്ലും തയ്യാറാക്കി മുകളിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ എയ്തു വിടാൻ ആ സമയത്താണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത്. ഇബ്രാഹിം നബിയെ ഒരു വാക്കു പറഞ്ഞ ഞാൻ രക്ഷപ്പെടുത്താ നബിയെ, ഈ തീ ഞാൻ അണച്ചിട്ട് അങ്ങയെ രക്ഷപ്പെടുത്താ. വേണ്ട ജിബ്രീലെ, നിന്റെ സഹായം എനിക്ക് വേണ്ട. എന്നെ പടച്ച റബ്ബന്റെ കൂടെയുണ്ട്, അല്ലാഹുണ്ടല്ലോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ. പടച്ചവൻ അറിയാം എന്നെ രക്ഷപ്പെടുത്താൻ. നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഭയാനകമായ തീക്കുണ്ടാരത്തിനകത്ത് നിന്ന് ശരീരത്തിലെ ഒരു രോമം പോലും കരയാതെ പടച്ചവനെ കുല്യാനാറുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഒരു
രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി എഴുന്നേറ്റ് വന്നെന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹ് എന്തിനും കഴിവുള്ളവനാണല്ലോ. നിനക്ക് വീട് തരാൻ, നിനക്ക് സമ്പത്ത് തരാ, നിന്റെ രോഗം മാറ്റാ, നിന്റെ പ്രയാസം മാറ്റാ, നിനക്ക് മക്കളെ തരാ, എല്ലാ റബ്ബിന് കഴിയും സഹോദരാ. നീ ദുആ ചെയ്യ്, ആത്മാർത്ഥമായി ദുആ ചെയ്യ്. വയദഊനനാ റഗബൻ വറഹബാ. അങ്ങനെ ദുആ ചെയ്യുന്നത് പ്രവാചകന്മാരുടെ ഒരു സ്വഭാവമായിരുന്നു. അതുകൊണ്ടാണ് കടലിനടിത്തട്ടിൽ കടന്ന് മീനിന്റെ വയറ്റിനകത്ത് കിടന്നിട്ട് യൂനുസ് നബി വിളിക്കുകയാ, വനാദാ ഫിദ്ദുലുമാത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദുആ നിങ്ങൾ മറക്കരുത്. നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രയാസം വരുമ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ ഈ യൂനുസ് നബി പറഞ്ഞ ദുആ പറ. ഈ യൂനുസ് നബി ചെയ്ത ദുആ നീയും ചെയ്യ് സഹോദരാ. എന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്യ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആയിക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. പടച്ചവര്, സദക്ക കൊണ്ട് പ്രയോജനം നിങ്ങൾക്കാണ്. ഒരുപാട് വിപത്തുകൾ, ഒരുപാട് അപകടങ്ങൾ, മാരകമായ രോഗങ്ങൾ, പടച്ചവനെ രക്ഷയുണ്ട സഹോദരാ. അല്ലാഹുവേ, പടച്ചവനെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ്. എന്നൊരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗി, ഒരു കിഡ്നി രോഗി, അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗമുള്ളവർ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവർ, ഒരു വീട്ടിൽ രോഗിയുണ്ടോ? ഒരു വീടിനകത്ത് രോഗിയുണ്ടോ? ക്യാൻസർ പനി പടരുന്നത് പോലെ പടർന്നുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ, ഈ ബക്കറ്റിന്റെ അകത്തിടുന്ന ഒരു ചെറിയ സദക്ക കൊണ്ട് നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, വിപത്തുകൾ. ഇന്ന് ഞാൻ വഅദിന് വരുമ്പോ കാസർഗോഡിന്റെ പരിസരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്യണേ. 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഹാൻഡ് ബ്രേക്കിൽ വണ്ടി വെച്ചിട്ട് വീടിന്റെ ഗേറ്റ് തുറക്കാൻ ഇറങ്ങിയതാണ്. പടച്ചവനെ, ആ വണ്ടിയാണ് ആ ചെറുപ്പക്കാരന്റെ മുകളിലൂടെ കയറി ഇറങ്ങിയത്. അല്ലാഹുവേ, അവന്റെ കുടുംബക്കാരൻ നീ മജ്‌ലിസിൽ ഇരിപ്പുണ്ട്. നീ ശിവ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന്റെ ഖബർ നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാഹ്. വഅദിന് വരുമ്പോ കൈസു പറഞ്ഞു, ഉസ്താദ്, ചെറിയ പ്രായമുള്ള ഒരു കുട്ടി തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാ. പടച്ചവനെ, 6 പ്രാവശ്യം എങ്ങാണ്ടോ സ്ട്രോക്ക് വന്നു. ചെറിയ കുട്ടി, 5 or 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യം കൈസു പറഞ്ഞു. ഈ കാസർഗോഡ്, ഈ കാഞ്ഞങ്ങാടുള്ളതാണ്. അതിഞ്ഞാലിന്റെ ഭാഗത്ത് എവിടെയോ ഉള്ള ഒരു ചെറിയ കുട്ടി 6 പ്രാവശ്യം സ്ട്രോക്ക് വന്നു. 50, 60, 70 വയസ്സുള്ളവർക്കല്ല. പടച്ചവനെ, ഒരു ചെറിയ കുഞ്ഞിന്റെ കാര്യമാണ് പറഞ്ഞത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പടച്ചവനെ എന്തോ ഒരു വലിയ സർജറി ചെയ്യാൻ പറഞ്ഞിരിക്കുകയാ. അല്ലാഹുവേ, ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മഖാമിൽ കിടക്കുന്ന മഹാരഥന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ശിവ കൊടുക്കണേ അല്ലാഹ്. 6 വയസ്സുള്ള കുഞ്ഞിന്റെ അവസ്ഥയാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരു സ്ഥാപനം നിങ്ങളുടെ പള്ളിയുടെ പരിസരത്തുണ്ടോ? നിങ്ങൾ മറന്നു പോകരുത്. സംഘാടകർ ബക്കറ്റുമായി കടന്നു വരികയാണ്. ഒരു സദക്ക എടുക്ക്, ആത്മാർത്ഥമായിട്ടൊരു സദക്ക എടുക്ക്. നിന്നോടൊരു നന്മ പറഞ്ഞതല്ലേ, ഒരു നന്മ പറഞ്ഞതല്ലേ, ആ നന്മയ്ക്ക് കിട്ടുന്ന പ്രതിഫലവും നിനക്ക് പറഞ്ഞു തന്നില്ലേ? അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തന്നതിൽ നിന്ന് ഒരൽപ്പം എടുത്തിട്ട് ആ ബക്കറ്റിന്റെ അകത്തിടണോ. അല്ലാഹുവിനോട്
റബ്ബിനോട് പറയണം, ക്യാൻസറോ ട്യൂമറോ മാരകമായ ഏതെങ്കിലും രോഗങ്ങളോ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ കരിച്ചു കളയണേ തമ്പുരാന്, രക്ഷപ്പെടുത്തണേ തമ്പുരാന്, ശിഫ നൽകണേ തമ്പുരാന്. മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നിയ്യത്തോടെ ഒരു സദഖയെടുത്ത് ബക്കറ്റിലേക്ക് ഇട്. അല്ലാഹുവേ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നോ മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഒരുപാട് രോഗങ്ങൾക്ക് പരിഹാരം കൊടുക്കുന്ന മഹാനാ, ഒരുപാട് രോഗങ്ങള് ചികിത്സയിലൂടെ മാറ്റിക്കൊടുത്ത മഹാന്റെ ഉറൂസ. മറന്നു പോകരുതടോ, ഈ ബക്കറ്റ് കൊണ്ടുവരുമ്പോ ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗമുള്ളവരുണ്ടല്ലോ, സങ്കടപ്പെടുന്ന ഉമ്മ. മഹാനവറുകളെ സന്തോഷിക്കുന്ന രാത്രിയാ. ഇന്ന് മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്താൽ നിനക്ക് ശിഫയുണ്ട്, നിനക്ക് രക്ഷയുണ്ട്, നിനക്ക് സമാധാനമുണ്ട്. അല്ലാഹുവേ ഈമാൻ നൽകണേ അല്ലാഹ്.